കഴിഞ്ഞ ദിവസം ഈ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച ഉയർത്തിയ ഒരു ആരോപണം നമ്മളെല്ലാവരും കേട്ടതാണ്. ഈ രാജ്യത്തെ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനകത്ത് ഈ കർണാടകയിലുള്ള ബാംഗ്ലൂർ സെൻട്രൽ എന്ന് പറയുന്ന ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിനകത്ത് ആ മണ്ഡലത്തിലെ മഹാദേവപുര എന്ന് പറയുന്ന നിയോജക മണ്ഡലത്തിൽ മാത്രം നടന്ന ക്രമക്കേടുകളാണ് അദ്ദേഹം ഒരു പത്രസമ്മേളനത്തിലൂടെ ഈ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞു. ആ മഹാദേവപുര എന്ന് പറയുന്ന നിയോജക മണ്ഡലത്തിനകത്ത് മാത്രം ഏതാണ്ട് 1,250,000 പരം വോട്ടുകളുടെ തിരിമറിയാണ്, ക്രമക്കേടാണ് നടന്നിട്ടുള്ളത് എന്ന് കൃത്യമായ തെളിവുകൾ വെച്ചുകൊണ്ട്, കൃത്യമായ രേഖകൾ വെച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ആ പത്രസമ്മേളനത്തിനകത്ത് ഈ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞതാണ്. 35 എന്ന് പറയുന്ന വീട്ട് നമ്പറിൽ 80 പരം വോട്ടർമാർ വോട്ട് ചേർക്കപ്പെടുകയാണ് പുതുതായിട്ട്. അതുപോലെ തന്നെ ഫോം 6 എന്ന് പറയുന്ന പുതിയ വോട്ടർമാരെ ചേർക്കാനുള്ള ഫോം 6 ഉപയോഗിച്ചുകൊണ്ട് 33,000 പരം വോട്ടുകൾ ആ തെരഞ്ഞെടുപ്പിനകത്ത് ആ മഹാദേവപുരയിൽ മാത്രം ചേർക്കപ്പെടുമ്പോൾ അതിനകത്ത് 70 വയസ്സ് കഴിഞ്ഞ ഒരുപാട് ആളുകൾ ഉൾപ്പെടുന്നു എന്ന് പറയുമ്പോൾ, പുതിയ വോട്ടർമാരെ ചേർക്കുന്ന ഫോം 6 ഉപയോഗിച്ചുകൊണ്ട് അത്ര പ്രായമുള്ള ആളുകളെ ചേർക്കുമ്പോൾ, അങ്ങനെ വളരെ കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് രേഖകൾ വെച്ചുകൊണ്ട് ഒരു പത്രസമ്മേളനം വെച്ച് ഈ കാര്യം രാജ്യത്തോട് വിളിച്ചു പറയുമ്പോൾ, കേരളത്തിൽ വളരെ കൃത്യമായിട്ട് തലച്ചോറിന് വെളിവില്ലാത്ത, തലയ്ക്ക് വെളിവില്ലാത്ത, തലച്ചോറിൽ ആൾതാമസമില്ലാത്ത തരത്തിൽ പ്രതികരിക്കുന്ന ആളുകളെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ വിഷയത്തിനകത്ത് പ്രതികരിക്കുമ്പോൾ ഒക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇവർ ഈ കൃത്രിമം നടന്നു എന്ന് വളരെ കൃത്യമായിട്ട് ഉയർത്തി കാണിക്കുന്ന സമയത്ത്, ഈ കൃത്രിമം നടന്നു എന്ന് രേഖകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുമ്പോൾ, ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത ഡാറ്റ 7 അടി പൊക്കത്തിൽ 300 കിലോ വരുന്ന വോട്ടർമാരുടെ ലിസ്റ്റ് ഉൾപ്പെട്ട രേഖ കൊടുക്കുമ്പോൾ, ആ രേഖ 6 മാസക്കാലം ഇരുന്ന് 40 ആളുകൾ പരിശോധിച്ചിട്ട് അവർ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ആരോപണം രാഹുൽ ഗാന്ധി, ഉത്തരവാദിത്തപ്പെട്ട ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെക്കുമ്പോൾ, ആ ആരോപണത്തിന് മറുപടി പറയാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിക്കുന്നില്ല എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് കേരളത്തിലെ ചില സംഘികൾ വന്നിട്ട് അവർ പറയുന്ന വാദങ്ങളാണ്. അവർ പരാതി കൊടുത്തുകൂടെ എന്ന് ചോദിക്കുമ്പോൾ അഫിഡവിറ്റ് വെച്ച് പരാതി കൊടുക്കാൻ വേണ്ടി ഈ രാജ്യത്തെ നിയമം അനുസരിച്ച് 30 ദിവസത്തിനകത്ത് നമ്മൾ പരാതി നൽകണം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 30 ദിവസത്തിനകത്ത് പരാതി കൊടുത്താൽ